എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദില്ലിയിലെ ചരിത്രപ്രസിദ്ധമായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഇന്നലെ രാത്രി സാക്ഷ്യം വഹിച്ചത് വെറുമൊരു ക്രിക്കറ്റ് മത്സരത്തിനല്ല, മറിച്ച് കോടിക്കണക്കിന് ഭാരതീയരുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ച, കണ്ണുകളെ ഈറനണിയിച്ച അവിശ്വസനീയമായ ഒരു മഹാസംഭവത്തിനാണ്. നമീബിയയ്ക്കെതിരെ 93 റൺസിന്റെ ആധികാരിക ജയം നേടി ടീം ഇന്ത്യ കരുത്തുകാട്ടിയ രാത്രിയായിരുന്നു അത്. 254 സ്ട്രൈക്ക് റേറ്റിൽ കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിച്ച ഇഷാൻ കിഷനും 52 റൺസുമായി മൈതാനം വാണ ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് എതിരാളികളെ നിലം പരിശാക്കിയിരുന്നു. എന്നാൽ യഥാർത്ഥ ക്ലൈമാക്സ് ഒളിഞ്ഞിരുന്നത് മത്സരം ശേഷമായിരുന്നു. വിജയത്തിന്റെ ആരവങ്ങൾക്കും വെടിക്കെട്ടുകൾക്കും നടുവിൽ സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകളെ പോലും മങ്ങിയതാക്കുന്ന പ്രഭയോടെ അപ്രതീക്ഷിതമായി ആ മനുഷ്യൻ മൈതാനത്തേക്ക് കടന്നുവന്നു. വെള്ള ടീഷർട്ടും ജീൻസും ധരിച്ച് ഡെഗൌട്ടിൽ നിന്നും മൈതാനത്തേക്ക് ഒഴുകി നീങ്ങിയ ആ രൂപത്തെ കണ്ടതും ഗാലറികൾ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊണ്ടു. ധോണി ധോണി എന്ന മന്ത്രധ്വനി ദില്ലിയുടെ ആകാശത്തോളം ഉയർന്നു. അതെ, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എക്കാലത്തെയും വലിയ വഴികാട്ടി സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി. നിമിഷങ്ങൾക്ക് മുൻപ് വരെ തങ്ങളുടെ ഉജ്ജ്വല പ്രകടനത്തിന്റെ ആവേശത്തിൽ മതിമറന്ന് ആഘോഷിക്കുകയായിരുന്ന ഇഷാൻ കിഷനും ഹാർദിക് പാണ്ഡ്യയും തങ്ങളുടെ പ്രിയപ്പെട്ട മഹീഭായിയെ കണ്ടതും സ്തബ്ധരായിപ്പോയി. പിന്നെ അവിടെ നടന്നത് ബോളിവുഡ് സിനിമകളെ വെല്ലുന്ന, കണ്ടു നിൽക്കുന്നവരുടെ രോമാഞ്ചമുണർത്തുന്ന രംഗങ്ങളായിരുന്നു. വിജയശ്രീ ലാളിതരായി നിൽക്കുന്ന ആ യുവതാരങ്ങൾ ലോകം മുഴുവൻ ഉറ്റുനോക്കെ യാതൊരു സങ്കോചവുമില്ലാതെ ഓടിച്ചെന്ന് ആ വലിയ മനുഷ്യന്റെ കാലുകളിൽ വീണു. അതൊരു സാധാരണ കാൽക്കൽ വീഴലായിരുന്നില്ല, മറിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങൾക്ക് കൈത്താങ്ങായ, തങ്ങളെ രാഗി മിനുക്കിയെടുത്ത ദൈവതുല്യനായ ഗുരുവിനുള്ള പരമോന്നത സമർപ്പണമായിരുന്നു. ഇഷാൻ കിഷന്റെയും ഹാർദിക്കിന്റെയും മുഖത്തെ ചഞ്ചലമായ സന്തോഷം ധോണിയെ കണ്ടതും ഭവ്യത നിറഞ്ഞ ആദരവായി മാറി. തന്റെ പ്രിയ ശിഷ്യന്മാർ പാദങ്ങളിൽ തൊട്ട് വന്ദിക്കുന്നത് കണ്ട് ഉള്ളു നിറഞ്ഞ സ്നേഹത്തോടെ ധോണി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തിയ ആ നിമിഷം സ്റ്റേഡിയത്തിലെ ആയിരക്കണക്കിന് ആരാധകരുടെ കണ്ണുകളിൽ ആനന്ദാശ്രുകൾ നിറഞ്ഞു. ഇന്ന് ഞാൻ എന്താണോ അതിനെല്ലാം കാരണം മഹീഭായിയാണ്. എന്റെ ആത്മവിശ്വാസം തകർന്ന് കരിയർ ഇരുളടഞ്ഞപ്പോൾ എന്നെ കൈപിടിച്ചുയർത്തിയത് അദ്ദേഹമാണ് എന്ന് ഇഷാൻ കിഷൻ പിന്നീട് വികാരഭരിതനായി പറയുകയുണ്ടായി. ഹാർദിക് പാണ്ഡ്യ ആകട്ടെ ധോണിയെ തന്റെ വിജയങ്ങളുടെ ഗോഡ് ഫാദർ എന്നും യഥാർത്ഥ ശില്പിയെന്നുമാണ് വിശേഷിപ്പിച്ചത്. മൈതാനത്ത് എന്റെ തലച്ചോർ മരവിച്ചു പോകുമ്പോൾ കാതിൽ മുഴങ്ങുന്നത് മഹീഭായിയുടെ പഴയ ഉപദേശങ്ങളാണ്. സമ്മർദ്ദങ്ങളിൽ ശാന്തനായിരിക്കാൻ എന്നെ പഠിപ്പിച്ചത് അദ്ദേഹമാണ് എന്ന് ഹാർദിക് പറയുമ്പോൾ അത് കേവലം വാക്കുകളായിരുന്നില്ല, ഹൃദയത്തിൽ നിന്നുള്ള സത്യമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാട്ടുതീ പോലെ പടരുന്നത് ഈ ദൃശ്യങ്ങളാണ്. പണവും പ്രശസ്തിയും തലയ്ക്ക് പിടിക്കാത്ത, വേരുകൾ മറയ്ക്കാത്ത ഈ യുവതാരങ്ങളെയും തന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം അവർക്ക് ഊർജ്ജം പകരുന്ന ധോണി എന്ന മഹാമേരുവിനെയും വാഴ്ത്തുകയാണ് ലോകം. ഫെബ്രുവരി 15-ന് കൊളംബോയിൽ പാകിസ്ഥാനെതിരെ നടക്കാനിരിക്കുന്ന ഹൈ വോൾട്ടേജ് പോരാട്ടത്തിനു മുൻപ് തന്റെ ശിഷ്യന്മാർക്ക് വിജയമന്ത്രങ്ങൾ ഓടിക്കൊടുക്കുന്ന ധോണിയുടെ മുഖത്തെ സംതൃപ്തി ഒരു ഗുരുവിന്റേതു മാത്രമായിരുന്നു. വിജയങ്ങൾ അക്കങ്ങളിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് സംസ്കാരത്തിന്റെയും ഗുരുത്വത്തിന്റെയും കൂടി അളവുകോലാണെന്നും തെളിയിച്ച ഈ രാത്രി ചരിത്രത്തിന്റെ താളുകളിൽ സുവർണലിപികളാൽ എഴുതപ്പെടും. പാകിസ്ഥാനെ നേരിടാനൊരുങ്ങുന്ന ഇഷാനും ഹാർദിക്കിനും ധോണിയുടെ ഈ അനുഗ്രഹം 1000 ആനകളുടെ കരുത്തു നൽകുമെന്നതിൽ സംശയമില്ല. ജയിക്കാൻ മാത്രമല്ല, തല കുനിക്കാനും അറിയുന്നവനാണ് യഥാർത്ഥ ഹീറോ എന്ന് ഈ ദൃശ്യങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.